ദുൽഖഅദ മാസത്തിൻ്റെ ആദ്യ 10കളിലാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി തീർത്ഥാടകർ, ഹാജിമാരും ഹാജമാരും നമ്മിൽ നിന്ന് യാത്ര പോകുന്ന ദിവസങ്ങൾ കൂടിയാണ് ഇനി വരാനിരിക്കുന്നത്. ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന എല്ലാ ഹാജിമാർക്കും മഖബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം, അതോടൊപ്പം ഉംറയും നിർവഹിച്ചുകൊണ്ട് തിരിച്ചെത്തുവാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹജ്ജിന്റെ പ്രാധാന്യവും ഹജ്ജ് ജീവിതത്തിൽ നൽകുന്ന ചൈതന്യവുമാണ് ഇന്നത്തെ ഖുതുബയിൽ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു പറയാനും കേൾക്കാനും ജീവിതത്തിൽ പറയുന്നതിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കറിയാവുന്നതുപോലെ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ 5ാമത്തേതാണ് ഹജ്ജ്. അർക്കാനുൽ ഇസ്ലാമിൽ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ 5ാമത്തേതായാണ് ഹജ്ജിനെ നാം മനസ്സിലാക്കുന്നത്. ഇസ്ലാമിക ലോകം ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുന്നത് ഹജ്ജ് അനിവാര്യമാണ്. അതിന് സാധ്യമാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി, ശാരീരികമായി, അതുപോലെ തന്നെ വഴിതടസ്സങ്ങളില്ലാത്ത രീതിയിൽ ഹജ്ജിന് സാധ്യമാവുന്ന എല്ലാവർക്കും ഹജ്ജ് നിർബന്ധമാണ്, അനിവാര്യമാണെന്ന് കൃത്യമായി വ്യക്തമായി ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച വിശുദ്ധ ഖുർആനിലെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തത്വാ ഇലൈഹി സബീല. അല്ലാഹുവിന് വേണ്ടി മനുഷ്യരുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് കഅബാലയം സന്ദർശിക്കുക, ഹജ്ജ് ചെയ്യുക എന്ന് പറയുന്നത്. മൻ ഇസ്തത്വാ ഇലൈഹി സബീല, അതിന് സാധ്യമാവുന്ന എല്ലാവർക്കും, തടിയാലും മുതലാലും വഴിയാലും എന്നാണ് പണ്ട് മുതലേ വ്യാഖ്യാതാക്കൾ അതിന് നൽകിയിട്ടുള്ള വിശദീകരണം. ശാരീരികമായി, സാമ്പത്തികമായി, അതുപോലെ തന്നെ മാർഗപരമായിട്ട് വഴിയിൽ തടസ്സങ്ങളില്ലാത്ത രീതിയിൽ ഹജ്ജിന് കഴിവുള്ള എല്ലാവർക്കും ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാണ്, വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ആരെങ്കിലും നിഷേധിയാവുകയാണെങ്കിൽ, വമൻ കഫറ, ആരെങ്കിലും കുഫറിന്റെ നിലപാട് കൈകൊണ്ടാൽ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, നിശ്ചയം അല്ലാഹു ലോകരിൽ നിന്നെല്ലാം സ്വയം പര്യാപ്തനാണെന്ന് അയാൾ മനസ്സിലാക്കട്ടെ. ഇവിടെ വമൻ കഫറ എന്നതിന്റെ വിവക്ഷ എന്താണെന്ന് വ്യാഖ്യാതാക്കൾ 2 രീതിയിൽ അഭിപ്രായപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, ആരെങ്കിലും നിഷേധിയായി ഈ ദീനിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ നിശ്ചയം അല്ലാഹു എല്ലാവരിൽ നിന്നും സ്വയം പര്യാപ്തരാണ് എന്നയാൾ അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ്. അതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം. ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും സാധ്യതകളും അതുപോലെ കഴിവുകളും അയാൾക്കുണ്ടായിരുന്നു. എന്നിട്ടും ആ അവസരം പ്രയോജനപ്പെടുത്താത്ത മനുഷ്യൻ ഈ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കുഫ്ർ അഥവാ നിഷേധത്തിലാണ് അകപ്പെട്ടിട്ടുള്ളതെന്ന് വ്യാഖ്യാതാക്കൾ ചിലർ അഭിപ്രായപ്പെടുകയാണ്. അവരങ്ങനെ അഭിപ്രായപ്പെടുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിന്റെ കൂടി പിൻബലത്തിലാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനെ ഏതെങ്കിലും വ്യക്തമായ അത്യാവശ്യം ഹജ്ജിൽ നിന്നും തടഞ്ഞില്ല, അല്ലെങ്കിൽ അക്രമിയായ രാജാവിൽ നിന്നും തടസ്സമുണ്ടായില്ല, അല്ലെങ്കിൽ ഹജ്ജിൽ നിന്നും തടയുന്ന കഠിനമായ രോഗമുണ്ടായില്ല, എന്നിട്ടും അയാൾ ഹജ്ജ് ചെയ്യാതെ മരിക്കുകയാണെങ്കിൽ ഫല്യമുത് യഹൂദിയൻ ഔ നസ്റാനിയ, അയാൾ ജൂതനായിട്ട് അതല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് മരിക്കട്ടെ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഹദീസിന്റെ പിൻബലത്തിലാണ് ഹജ്ജ് ചെയ്യാൻ അവസരമുണ്ടായിട്ടും ആ അവസരത്തെ, ആ സാധ്യതയെ, ആ കഴിവിനെ അയാളെ പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന നിഷേധത്തിലാണ് അയാൾ അകപ്പെട്ടിട്ടുള്ളത് എന്ന് വ്യാഖ്യാതാക്കളിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുകയാണ്. അവർക്ക് പിൻബലമായിട്ട് നേരത്തെ നാം പറഞ്ഞ പ്രവാചക വചനം ഉണ്ട് താനും. രണ്ടാമത്തെ വിഭാഗം പറയുന്നത്
അങ്ങനെ മതത്തിൽ നിന്ന് പുറത്തുപോയി എന്നൊന്നും വ്യക്തമായി പറയണ്ട. എന്നാൽ പോലും അത് വലിയ നന്ദികേടാണ്. കുഫർ എന്ന് പറഞ്ഞാൽ അത് കുഫ്റാനു നിഅമ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിഷേധിക്കലാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദികേട് കാണിക്കലാണ്. ലയിൻ ശകർത്തും ലഅസീദന്നകും വലയിൻ കഫർത്തും മിൻ അദാബി ലശദീദ്. നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വീണ്ടും ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്യും. നിങ്ങൾ നന്ദികേട് കാണിച്ചാലോ നിശ്ചയം അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനവും കഠോരവുമാണെന്ന് നിങ്ങൾ ചിന്തിക്കണമെന്ന ഖുർആനിക വചനത്തിന്റെ പിൻഫലത്തിലാണ് അവർ വിശദീകരിക്കുന്നത്. അതായത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അയാൾ നന്ദികേട് കാണിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇവിടെ കഫറ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. ആ നന്ദികേടിന്റെ ശിക്ഷ എന്താണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിന കഠോരമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചാൽ. അപ്പൊ രണ്ട് വ്യാഖ്യാനങ്ങൾ എടുത്താലും ഹജ്ജ് ചെയ്യാൻ അവസരമുണ്ടായിട്ട് അവസരത്തെ പ്രയോജനപ്പെടുത്താതിരിക്കുക എന്ന് പറയുന്നത്, കഴിവുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് അത് അപകടം പിടിച്ച കാര്യമാണ്. അതൊന്നുകിൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമോ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കലോ ആണെന്ന് ഖുർആനിക വചനത്തിന്റെ പിൻബലത്തിൽ അതുപോലെ തന്നെ തിരുസുന്നത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ ലക്ഷ്യം വെച്ചിട്ടൊന്നും ഒരാളും സാധാരണഗതിയിൽ ഹജ്ജ് ചെയ്യാതിരിക്കുന്നില്ല എന്നുള്ളതാണ്. അതൊന്നുമല്ല ഹജ്ജ് ചെയ്യാതിരിക്കുന്നതിന്റെ ഉദ്ദേശം, അതല്ലെങ്കിൽ നന്ദികേട് കാണിക്കലുമല്ല. പക്ഷെ അങ്ങനെയൊക്കെ ആയത് സംഭവിക്കുന്നു. ആളുകൾ എന്താ ചിന്തിക്കുന്നത്? പണമൊക്കെ കയ്യിലുണ്ടെങ്കിലും കുറച്ചുകൂടി അഭിവൃദ്ധി വരട്ടെ, കുറച്ചുകൂടി സൗകര്യമാവട്ടെ, കുറച്ചുകൂടി തിരക്ക് കുറയട്ടെ, കുറച്ചുകൂടി ആശ്വാസം വരട്ടെ. ആ മാനസികാവസ്ഥയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅജ്ജലു ഇലൽ ഹജ്ജി ഫഇന്ന അഹദകും ലാ യദ്രീ മാ യഹ്ദുസു. നിങ്ങൾ പെട്ടെന്ന് ഹജ്ജ് ചെയ്യണേ, കാരണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പെട്ടെന്ന് നിങ്ങളത് ചെയ്യണേ, അവസരം ഒത്തു വന്നു കഴിഞ്ഞാൽ ഉടനെ ചെയ്യണേ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ഘട്ടത്തിൽ ചോദിക്കപ്പെട്ടു, അയ്യുൽ അമലി അഫ്ളൽ, പ്രവാചകരെ ഏത് കർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാനും ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുക എന്നതാണ് അതിശ്രേഷ്ഠമായ ഒന്നാമത്തെ കർമ്മം. ഒന്നാമത്തെ ശ്രേഷ്ഠമായ കർമ്മം ഈമാനാണ്, അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുക എന്നുള്ളതാണ്. തുടർന്ന് ഏതാണ് പ്രവാചകരെ? അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഏതാണ് അതിശ്രേഷ്ഠമായ കർമ്മം? അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യലാണ്. ഖീല സുമ്മ മാദാ, പിന്നീട് ഏതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജ്ജുൻ മബ്റൂർ, സ്വീകാര്യോഗ്യമായ ഹജ്ജാൻ. ഈമാൻ കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം കഴിഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മമെന്ന് പറയുന്നത് ഹജ്ജുൻ മബ്റൂറാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. കർമ്മങ്ങളുടെ മുൻഗണനാക്രമം പലപ്പോഴും പല രീതിയിലുമാണ് എണ്ണിയിട്ടുള്ളത്. ആളുകളുടെ മാനസികാവസ്ഥ വെച്ചുകൂടിയായിരിക്കാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം മുൻഗണനാക്രമങ്ങൾ ഓരോരുത്തരോടും വ്യത്യസ്തമായി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ സ്വഹാബിയോട് അല്ലാഹു പറഞ്ഞത്, ഈമാൻ കഴിഞ്ഞാൽ, ജിഹാദ് കഴിഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മം ഹജ്ജുൻ മബ്റൂറാൻ. സഹോദരങ്ങളെ, അതാണ് ഹജ്ജിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതിവിശുദ്ധിയിലേക്കാണ് ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ നയിക്കപ്പെടുന്നത്. ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ആ കുഞ്ഞ് നേടുന്ന ആ ഘട്ടത്തിൽ ആ കുഞ്ഞിനുള്ള ഒരു വിശുദ്ധിയുണ്ട്. ഒരു പാപവും ആ കുഞ്ഞ് ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ കുഞ്ഞ് നേരെ അങ്ങ് ഭൂമിയിലേക്ക് വീണപ്പോൾ, ഭൂമിയിലേക്ക് പ്രസവിച്ചു വീണപ്പോൾ ആ കുഞ്ഞിന്റെ ഒരു വിശുദ്ധിയുണ്ട്. ഫിത്രത്തല്ലാഹില്ലത്തി ഫതറന്നാസ അലൈഹാ, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള ശുദ്ധമായ പ്രകൃതം. ആ പ്രകൃതത്തിലേക്കാണ് ഹജ്ജ് ചെയ്ത് മടങ്ങി വരുന്ന ഒരു ഹാജി മടങ്ങിയെത്തുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. മൻ ഹജ്ജലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ മിൻ ദുനൂബിഹി കയൗമിൻ വലദതുഹു ഉമ്മുഹു. ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്തു, അയാൾ ഒരു നിലക്കുള്ള സംസർഗത്തിലും ഏർപ്പെട്ടില്ല, ഭാര്യാഭർത്തൃ സംസർഗത്തിൽ അയാൾ ഏർപ്പെട്ടില്ല, അതുപോലെ തന്നെ ഒരു അധർമ്മത്തിലും അയാൾ ഉൾപ്പെട്ടില്ല. ഹജ്ജ് കാലത്ത്
ഭാര്യാഭർത്തൃ സംസർഗത്തിലോ അതല്ലെങ്കിൽ അധർമ്മത്തിലോ ഏർപ്പെടാത്ത ഒരു ഹാജി, അതാണല്ലോ വിശുദ്ധമായ ശരിയായ ഹജ്ജ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹജ്ജ് ഒരാള് നിർവഹിച്ചു കഴിഞ്ഞാൽ റജഅ മിൻ ദുനൂബിഹി, അയാളുടെ പാപങ്ങളിൽ നിന്ന് അയാൾ മടങ്ങുകയാണ്. കയൗമിൻ വലദതുഹു ഉമ്മുഹു, അയാളുടെ മാതാവ് അയാളെ പ്രസവിച്ചിട്ടുള്ള വിശുദ്ധിയിലേക്കാണ് അയാൾ മടങ്ങുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിശുദ്ധിയിലേക്ക് ഹാജി മടങ്ങുന്നത്? നമുക്കറിയാം, ഒരാള് ഹജ്ജിന് വേണ്ടി അതല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും പുറപ്പെടുന്നത് മരണാസന്നനായ ഒരു വ്യക്തിയുടെ മനസ്സോട് കൂടിയാണ്. ജീവിതത്തിൽ ഒരുപാട് ഹജ്ജൊന്നും നിർവഹിക്കാൻ എല്ലാവർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. മിക്കപേർക്കും ഒന്നോ, ഏറി വന്നാൽ രണ്ടോ, കുറച്ചുകൂടി കൂടിയാൽ മൂന്നോ നാലോ, അങ്ങനെയൊക്കെയാണ് ആളുകൾ നിർവഹിക്കുന്ന ഹജ്ജിന്റെ എണ്ണം. മിക്ക ആളുകളും ഒരു ഹജ്ജാണ് നിർവഹിക്കുന്നത് ജീവിതത്തിൽ, അതിവിദൂരങ്ങളിലുള്ളവർ പ്രത്യേകിച്ചും. അതുകൊണ്ട് നിർവഹിക്കുന്ന ഹജ്ജ് അതിന്റെ പൂർണ്ണതയിലും അതിന്റെ ഏറ്റവും വലിയ പരിശുദ്ധിയിലും ചൈതന്യത്തിലും നിർവഹിക്കണമെന്ന ബോധത്തോടു കൂടിയാണ് ഹജ്ജിനൊരാൾ പുറപ്പെടുന്നത് തന്നെ. മരണാസന്നനായ വ്യക്തിയുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹുവിലേക്ക് അയാളെ പശ്ചാത്തപിച്ചു മടങ്ങുകയാണ്. ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ ഖേദിച്ചുകൊണ്ട് ഇനി തെറ്റിലേക്ക് മടങ്ങുകയില്ലെന്ന നിശ്ചയദാർഢ്യമുള്ള തീരുമാനമെടുത്തുകൊണ്ട്, അതുപോലെ തന്നെ തെറ്റിലേക്കൊന്നും മടങ്ങാതെ മനുഷ്യരോട് ബന്ധപ്പെട്ട പാപങ്ങളാണെങ്കിൽ അവരോട് പൊരുത്തപ്പെടിച്ചുകൊണ്ട്, സാമ്പത്തിക ബാധ്യതകളാണെങ്കിൽ അത് കൊടുത്തു വീട്ടിക്കൊണ്ട്, അതേപോലെ തന്നെ കൊടുത്തു വിട്ടാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ അതിനെ ഒന്നുകൂടി കൃത്യമായിട്ടുള്ള അവധി നീട്ടി വാങ്ങിക്കൊണ്ട്, അങ്ങനെയെല്ലാമാണല്ലോ ആളുകൾ ഹജ്ജിന് പുറപ്പെടുന്നത്. സഹോദരങ്ങളെ, ബന്ധുക്കളുടെ അടുക്കിലേക്ക് ചെല്ലുന്നു, അയൽക്കാരുടെ, സുഹൃത്തുക്കളുടെ വീടുകളിലേക്കും അവരുടെ സമീപങ്ങളിലേക്കും ചെന്നുകൊണ്ട് പൊരുത്തപ്പെടിയിക്കുന്നു. വല്ല സ്ഖലിതങ്ങളും വീഴ്ചകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ വിട്ടുവീഴ്ച ചെയ്തു തരണമെന്ന് പറയുന്നു. കാരണം അവര് വിട്ടുവീഴ്ച ചെയ്തു തരുമ്പോഴാണ് അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ നിരപരാധിയായിട്ട് മാറുന്നത്. അവരോട് അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരോട് എനിക്ക് ബാധ്യതകളുണ്ടെങ്കിൽ, ആ ബാധ്യതകൾ കൊടുത്തു വിട്ടാതെ, ആ അതിക്രമങ്ങൾ പൊരുത്തപ്പെടിക്കാതെ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് രക്ഷപ്പെടുക സാധ്യമല്ല. അതുകൊണ്ട് എല്ലാവരോടും ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പൊരുത്തപ്പെടിക്കുകയാണ്, വിട്ടുവീഴ്ച വാങ്ങുകയാണ്. അങ്ങനെയാണല്ലോ ഒരു മനുഷ്യൻ ഹജ്ജിന് പുറപ്പെടുന്നത്. അതാണ് മരണാസന്നനായ വ്യക്തിയുടെ മനസ്സ് എന്ന് പറയുന്നത്. പടച്ചവനിലേക്ക് മടങ്ങുകയാണെന്ന ആ പൂർണ്ണമായ ബോധ്യത്തോടു കൂടി ഹജ്ജിന് ഒരാൾ പുറപ്പെടുമ്പോൾ തന്നെ നമ്മൾ ഈ പറഞ്ഞ ചൈതന്യത്തിലേക്ക് അയാൾ മടങ്ങുകയാണ്. പശ്ചാത്താപത്തിലൂടെ വല്ലാത്തൊരു വിശുദ്ധിയിലേക്ക് അയാൾ മടങ്ങുകയാണ്. അതുകൊണ്ടാണ് ഹജ്ജ് ചെയ്ത് മടങ്ങിയെത്തിയയാൾ പ്രസവിച്ച കുഞ്ഞിന്റെ വിശുദ്ധിയോടുകൂടിയാണ് മടങ്ങുന്നത് എന്ന് പറഞ്ഞത്. കാരണം പുറപ്പെടുന്നത് തന്നെ അങ്ങനെയാണ്. ഇനി ഇഹ്റാം കെട്ടിയാൽ നിയ്യത്താണ് ഇഹ്റാം. ഹജ്ജിന് വേണ്ടി കൃത്യമായ നിയ്യത്ത് വെക്കുക എന്നുള്ളതാണ്. ആ ഇഹ്റാമിന്റെ വേഷം ധരിക്കുന്നതോടുകൂടി നമുക്കറിയാം, വിശ്വാസി സാഗരത്തിൽ ഒരാൾ മാത്രമാണെന്നുള്ള ബോധ്യം ആ മനുഷ്യന്റെ മനസ്സിലേക്ക് വരികയാണ്. അതല്ലേ ലോകത്തെ ഏറ്റവും വലിയ സമത്വം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ലോകത്ത് മനുഷ്യർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റികളുണ്ട്. രാജാക്കന്മാർക്ക് അവരുടെ കിരീടങ്ങൾ ഉണ്ടാവാം, മതപണ്ഡിതന്മാർക്ക് അവരുടെ വേഷവിധാനങ്ങൾ ഉണ്ടാവാം, പോലീസിനും പട്ടാളത്തിനും അവരുടേതായിട്ടുള്ള യൂണിഫോമുകൾ ഉണ്ടാവാം, വിദ്യാർത്ഥികൾക്ക് അവരുടേതായ, ഓരോ സ്കൂളുകൾക്കും അവരുടേതായിട്ടുള്ള യൂണിഫോമുകൾ ഉണ്ടാവാം. അങ്ങനെയാണ് ഈ ദുനിയാവെന്ന് പറയുന്നത്. മനുഷ്യരെ വേഷം കൊണ്ട് പലപ്പോഴും ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നതാണ് ഈ ദുനിയാവ്. പക്ഷേ ഈ വേഷവും ഈ പദവിയും ഒന്നും തന്നെ എനിക്ക് അഹങ്കരിക്കാനുള്ള ഒരു വഴിയായിട്ട് മാറാൻ പാടില്ല. ഞാൻ യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ ഒരംഗം മാത്രമാണ്, ഈ വിശ്വാസി സാഗരത്തിൽ ഒരംഗം മാത്രമാണ്, ഈ മനുഷ്യ സാഗരത്തിൽ ഒരംഗം മാത്രമാണ്. എൻ്റെ പദവി എന്താണെങ്കിലും, എൻ്റെ സ്വാധീനം എത്രമാത്രം വലുതാണെങ്കിലും, ഞാൻ ഈ സമൂഹത്തിൽ ഒരംഗം, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ, ദാസന്മാരിൽ, അടിമകളിൽ ഒരംഗം മാത്രമാണെന്നുള്ള ബോധ്യമാണ് ഹജ്ജ്, ഇഹ്റാമിന്റെ വേഷം മനുഷ്യരിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അള്ളാഹു ആ ബോധ്യത്തെ സംബന്ധിച്ചാണ് ഖുർആനിൽ പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ, മനുഷ്യരെ നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളുമാക്കി മാറ്റിയിട്ടുള്ളത്. നിങ്ങൾ വ്യത്യസ്ത ഗോത്രങ്ങളിൽ, സമൂഹങ്ങളിൽ പിറന്നു എന്നത് ശരിയാണ്. പക്ഷേ മനുഷ്യരെ, നിങ്ങളെല്ലാവരും ഒരേ ആണിന്റെയും ഒരേ പെണ്ണിന്റെയും സന്തതികളാണ്, ആദാമിന്റെയും ഹവ്വയുടെയും മക്കളാണ്.
ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിശ്ചയം നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ അല്ലാഹുവിന്റെ അടുക്കൽ തഖ്വയുള്ളവനാണ്. പടച്ചവനെ നിങ്ങൾ എത്രമാത്രം സൂക്ഷിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങളുടെ മഹത്വം ഉയർന്നു നിൽക്കുന്നത്. നിങ്ങൾ ജനിച്ച കുടുംബമോ ഗോത്രമോ തറവാടോ കുലമോ ഒന്നുമല്ല നിങ്ങളുടെ മഹത്വത്തിന്റെ മാനദണ്ഡമെന്ന് പറയുന്നത്. നിങ്ങൾ അറബിയാണോ അനറബിയാണോ, ഇന്ത്യക്കാരനാണോ ചുവന്നവനാണോ കറുത്തവനാണോ വെളുത്തവനാണോ എന്നതൊന്നുമല്ല നിങ്ങളുടെ മഹത്വത്തിന്റെ മാനദണ്ഡമെന്ന് പറയുന്നത്. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അഹ്മറ അലാ അസ്വദ വലാ ലി അബിയള അലാ അസ്വദ് ഇല്ലാ ബിത്തഖ്വ. ഒരു അറബിക്കും അനറബിയേക്കാൾ, ഒരു വെളുത്തവനും കറുത്തവനേക്കാൾ, അതുപോലെ തന്നെ ഒരു ചുവന്നവനും കറുത്തവനേക്കാൾ യാതൊരു മഹത്വവുമില്ല. മഹത്വത്തിന്റെ മാനദണ്ഡം അത് തഖ്വ മാത്രമാണ്. ആ ഒരു ബോധ്യമാണ് ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുന്നതോടുകൂടി എന്റെ മനസ്സിലേക്ക് വരുന്നത്. എല്ലാവരും ഒരേ വസ്ത്രവിധാനം, ആകെ വ്യത്യാസമുള്ളത് ആണും പെണ്ണും മാത്രമാണ്. ദക്കറും ഉൻസ, ആണും പെണ്ണും. ആ ഒരു വ്യത്യാസം മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റുള്ള വ്യത്യാസങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മനുഷ്യസാഗരത്തിൽ ഒരാൾ മാത്രമാണെന്നുള്ള ചിന്ത എന്റെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന അതിമഹത്തായ ആരാധനകളിൽ ഒന്നാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ആ ഒരു ചിന്തയാണ് എന്റെ മനസ്സിൽ നിന്ന് എല്ലാ അർത്ഥത്തിലുള്ള അഹങ്കാരങ്ങളെയും നീക്കിക്കളയേണ്ടത്. കാരണം അഹങ്കാരത്തിന്റെ അണുമണിത്തൂക്കം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വലിയ അഹങ്കാരി മുത്തക്കബ്ബിർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് മാത്രമല്ല പ്രവാചകൻ പറഞ്ഞത്, മറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബ്ർ. അഹങ്കാരത്തിന്റെ അണുമണിത്തൂക്കം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അത് പൂർണ്ണമായും നിഷ്കാസനം ചെയ്യുന്ന അതിമഹത്തായ ആരാധനാ കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഹജ്ജ് നിർവഹിക്കുന്നതോടെ ജഗന്നിയന്താവിന്റെ കോടിക്കണക്കിന് അടിമകളിൽ ഒരാൾ മാത്രമാണ് താനെന്നുള്ള ഒരു വല്ലാത്ത ബോധ്യം വിശ്വാസിയുടെ മനസ്സിലേക്ക് വരികയാണ്. ഇനി ഇഹ്റാം കെട്ടിക്കൊണ്ട് ഈ ബോധ്യത്തോടുകൂടി എങ്ങോട്ടാണ് അവൻ പുറപ്പെടുന്നത്? വിശുദ്ധ കഅബാലയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട്. ഏതാണ് കഅബ? അള്ളാഹുവിനെ മാത്രം ആരാധന നിർവഹിക്കാൻ വേണ്ടി ലോകത്താദ്യമായിട്ട് പണി കഴിപ്പിക്കപ്പെട്ട ഏറ്റവും വിശുദ്ധമായ മന്ദിരം. അതാണ് കഅബയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. നിശ്ചയം അത് ആദ്യത്തെ ആലയമാണ്. ബക്ക എന്ന് പറയുന്ന പ്രദേശത്ത് അള്ളാഹുവിനെ മാത്രം ആരാധന നിർവഹിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ മന്ദിരം മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ, അനുഗ്രഹീതമായ മന്ദിരം, ലോകർക്ക് സന്മാർഗമായ മന്ദിരം. ആരാണ് ഈ മന്ദിരം നിർവഹിച്ചത്? ആരാണ് ഈ മന്ദിരം നിർമ്മിച്ചത് എന്ന കാര്യത്തിൽ മൂന്നഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ അഭിപ്രായം അത് മലക്കുകൾ നിർമ്മിച്ചു എന്നുള്ളതാണ്. ഇന്നല്ലാഹ വലഅ തഹ്തൽ അർശി ബൈതൻ വഹുവ അൽ ബൈത്തുൽ മഅമൂർ. അല്ലാഹു അവന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ ചുവട്ടിൽ ഒരു ഭവനം നിർമ്മിച്ചു, ഒരു ദേവാലയം നിർമ്മിച്ചു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി അള്ളാഹു അവന്റെ അർശിന്റെ ചുവട്ടിൽ ഒരു ആലയം നിർമ്മിച്ചു. ആ ആലയത്തിന്റെ പേര് ബൈത്തുൽ മഅമൂർ എന്നാണ്. വഅമറൽ മലായികത അയ്യതൂഫു ബിഹി. മലക്കുകളോട് അല്ലാഹു തആല ആ ആലയത്തെ ബൈത്തുൽ മഅമൂറിനെ തവാഫ് ചെയ്യാൻ കൽപ്പിച്ചു എന്നുള്ളതാണ്. സുമ്മ അമറൽ മലായികത അല്ലദീന ഹും സുക്കാനുൽ അർള് അയ്യബ്നു ഫിൽ അർളി ബൈതൻ അലാ മിസാലിഹി വഖദ്രിഹി. പിന്നീട് അല്ലാഹു തആല ബൈത്തുൽ മഅമൂറിന്റെ രൂപത്തിലും ആ ബൈത്തുൽ മഅമൂറിന്റെ അളവിലും ഭൂമിയിൽ ഒരു ആലയം പണിയാൻ, ഒരു മസ്ജിദ് പണിയാൻ ഭൂവാസികളായ മലക്കുകളോട് കൽപ്പിച്ചു. എന്നിട്ട് അമറ മൻ ഫിൽ അർളി അയ്യതൂഫു ബിഹി. ഈ ഭൂവാസികളായ മലക്കുകളോട് ആ ബൈത്തുൽ മഅമൂറിന് സമാനമായിട്ട് അവർ പണിതിട്ടുള്ള ആലയത്തെ തവാഫ് ചെയ്യാനും കൽപ്പിച്ചു. കമാ യതൂഫു അഹ്ലുസ് സമാഇ ബിൽ ബൈത്തുൽ മഅമൂർ. ആകാശത്തെ മലക്കുകൾ അല്ലാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ ചുവട്ടിലുള്ള ബൈത്തുൽ മഅമൂറിനെ തവാഫ് ചെയ്യുന്നത് പോലെ ഭൂമിയിൽ മലക്കുകൾ നിർമ്മിച്ചിട്ടുള്ള ബൈത്തുൽ മഅമൂറിനെ തവാഫ് ചെയ്യാൻ അല്ലാഹു ഭൂവാസികളായ മലക്കുകളോട് കൽപ്പിക്കുകയും ആ മലക്കുകൾ അത് തവാഫ് ചെയ്യുകയും ചെയ്തു. അതാണ് കഅബയുടെ ചരിത്രമായിട്ട് വ്യാഖ്യാതാക്കളിൽ ഒരു കൂട്ടം ആളുകൾ, ചരിത്രകാരന്മാരിൽ ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് മലക്കുകൾ നിർമ്മിച്ച മന്ദിരമാണ് എന്നുള്ളതാണ്.
അതിന് പിൻബലമായിട്ടൊരു ഹദീസ് അവർ പറയാറുണ്ട്. അവ്വലു ശൈഇൻ അമിലഹു ആദം അലൈഹിസ്സലാം ഹീന നസല മിനസ് സമാഇ ത്വാഫ ബിൽ ബൈത്തിൽ മുശറഫ. ആദം അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഭൂമിയിലേക്ക് എത്തിയപ്പോൾ ആദ്യം ചെയ്ത പണി എന്തെന്നറിയോ? ആദ്യം കഅബാലയം തവാഫ് ചെയ്തു എന്നൊരു ഹദീസിലുണ്ട്. ബൈത്തുൽ മുശറഫ തവാഫ് ചെയ്തു എന്നൊരു പ്രവാചക വചനത്തിലുണ്ട്. ഫലഖിയഹുൽ മലായികതു. അങ്ങനെ ആദം അലൈഹിസ്സലാം കഅബാലയം തവാഫ് ചെയ്യുന്ന രംഗം മലക്കുകൾ കണ്ടു. മലക്കുകൾ പറഞ്ഞു, തുഷ്നാ ബിഹാദൽ ബൈത്തി ഖബലക ബിഅൽഫി ആം. ആദം, നീ ഈ ഭവനം തവാഫ് ചെയ്യുന്നതിന്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ഈ ഭവനം തവാഫ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ആദം അലൈഹിസ്സലാമയോട് മലക്കുകൾ പറഞ്ഞു. ഇതിന്റെ എല്ലാം പിൻബലത്തിലാണ് മലക്കുകളാണ് കഅബാലയം പണിതത് എന്ന ഒന്നാമത്തെ അഭിപ്രായം വരുന്നത്. രണ്ടാമത്തെ അഭിപ്രായം ആദം അലൈഹിസ്സലാം തന്നെയാണ് കഅബാലയം പണിതത് എന്നുള്ളതാണ്. അങ്ങനെ രണ്ടാമത്തെ അഭിപ്രായം ആദം അലൈഹിസ്സലാമാണ് കഅബാലയം പണിതത്. പിന്നീട് മൂന്നാമത്തെ അഭിപ്രായം ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തെ നിർമ്മിച്ചു എന്നുള്ളതാണ്. മൂന്നാമത്തെ അഭിപ്രായം, വേറൊരു അഭിപ്രായം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയത്തെ പുനർനിർമ്മിച്ചു. ആദം അലൈഹിസ്സലാം പണിത കഅബാലയം നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിലെ മഹാപ്രളയത്തിൽ അതിന് ചില കേടുപാടുകൾ സംഭവിക്കുകയും അതൊരു അടയാളം മാത്രമായിട്ട് മാറുകയും ചെയ്ത ഘട്ടത്തിൽ അതിന്റെ വ്യവസ്ഥാപിതമായ പുനർനിർമ്മാണമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം നിർവഹിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കഅബാലയത്തിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നതാണ്. ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ എന്ന് പറഞ്ഞ് ഖുർആൻ തുടങ്ങുന്നുണ്ട്. അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയും കഅബാലയത്തിന്റെ ഭിത്തികൾ പടുത്തുയർത്തുന്ന സന്ദർഭം എന്ന പ്രയോഗം ഖുർആനിലുണ്ട്. പക്ഷെ അവർ പടുത്തുയർത്തിയത് അത് നിർമ്മാണമായിരുന്നോ അതോ അതിന്റെ പുനർനിർമ്മാണമായിരുന്നോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ കഅബാലയം തകർന്നു പോയിരുന്നു. അതിന്റെ അടയാളം മാത്രം അവശേഷിച്ച ഒരു ഘട്ടത്തിൽ ആ കഅബാലയത്തെ അതിന്റെ അടയാളത്തിൽ നിന്ന് നിർമ്മിച്ചു എന്ന രീതിയിൽ ഇബ്രാഹിം നബിക്ക് വല്ലാത്തൊരു ക്രെഡിറ്റ് ഉണ്ട് അതിന്റെ നിർമ്മാണത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് കഅബാലയത്തിന്റെ ചരിത്രം ഇബ്രാഹിം പ്രവാചകന്റെ ചരിത്രവുമായിട്ട് ഇപ്പറയുന്ന മൂന്നഭിപ്രായ പ്രകാരമാണെങ്കിലും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ഒരു ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യു മസ്ജിദിൻ വുദിയ ഫിൽ അർളി അവ്വല, ഭൂമിയിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട പള്ളി ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമാണ്. അതൊരു പക്ഷേ ആദം അലൈഹിസ്സലാം പണി കഴിപ്പിച്ച മസ്ജിദുൽ ഹറാമിനെ കുറിച്ചോ മലക്കുകൾ പണി കഴിപ്പിച്ച മസ്ജിദുൽ ഹറാമിനെ കുറിച്ചോ ആവണമെന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുനർനിർമ്മാണം നടത്തിയ മസ്ജിദുൽ ഹറാം, കേവലം അടയാളങ്ങളിൽ മാത്രം ബാക്കിയായിരുന്ന ആ കഅബാലയത്തെ വ്യവസ്ഥാപിതമായ രീതിയിൽ അതിന്റെ പുനർനിർമ്മാണം നിർവഹിച്ച മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പുനർനിർമ്മാണത്തെ സംബന്ധിച്ചാണ് പ്രവാചകൻ പറഞ്ഞത് എന്നതാവാനാണ് കൂടുതൽ സാധ്യത. ഏതായാലും അങ്ങനെ വരുമ്പോഴും ലോകത്താദ്യമായി സ്ഥാപിക്കപ്പെട്ട മസ്ജിദ് ഏതാണെന്ന ചോദ്യത്തിന് മസ്ജിദുൽ ഹറാം എന്ന മറുപടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അൽ മസ്ജിദുൽ അഖ്സ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ മസ്ജിദുൽ ഹറാമിന്റെ നിർമ്മാണത്തിന് ശേഷം എത്ര കൊല്ലം കഴിഞ്ഞാണ് കം കാന ബൈനഹുമാ, മസ്ജിദുൽ ഹറാമിന്റെ നിർമ്മാണത്തിന് ശേഷം എത്ര കൊല്ലം കഴിഞ്ഞാണ് മസ്ജിദുൽ അഖ്സ നിർമ്മിച്ചത് എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി 40 സന, 40 കൊല്ലം കഴിഞ്ഞാണ് നിർമ്മിച്ചത് എന്നുള്ളതാണ്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പുനർനിർമ്മാണത്തെ സംബന്ധിച്ചാവാനാണ് കൂടുതൽ സാധ്യതയുള്ളത് എന്നതെല്ലാം തന്നെ ഈ ഹദീസിന്റെ പിൻബലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഈ മസ്ജിദുൽ ഹറാം അതാണ് ലോകത്ത് ഏറ്റവും മഹത്വമുള്ള അതിശ്രേഷ്ഠമായ പള്ളി എന്ന് പറയുന്നത്. ആ മസ്ജിദിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഹാജി നീങ്ങുന്നത്. വസ്സലാത്തുൻ ഫിൽ മസ്ജിദിൽ ഹറാമി അഫ്ളലു മിൻ 100,000 സ്വലാത്തിൻ ഫീമാ സിവാ. മസ്ജിദുൽ ഹറാമിലെ ഒരു നമസ്കാരം മസ്ജിദുൽ ഹറാം അല്ലാത്ത പള്ളികളിലെ 1,00,000 നമസ്കാരത്തെക്കാൾ മഹത്വമുള്ളതാണ്. എവിടെ നിന്ന് കിട്ടാനാണ് ആ മഹത്വം? നമുക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? അവിടെ പോയി നമസ്കരിച്ചെങ്കിൽ അല്ലാതെ എവിടെ നിന്ന് കിട്ടാനാണ് മഹത്വം? 1,00,000 നമസ്കാരത്തെക്കാൾ മഹത്വമുണ്ട്. മറ്റു പള്ളികളിലെ നമസ്കാരത്തെക്കാൾ 1,00,000 നമസ്കാരത്തെക്കാൾ മസ്ജിദുൽ ഹറാമിലെ നമസ്കാരത്തിന്റെ മഹത്വമുണ്ടെന്ന്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹജ്ജിന്റെയും ഉംറയുടെയും സുപ്രധാനമായൊരു ഘടകം നമുക്കറിയാം, തവാഫാണ്. കഅബാലയത്തെ തവാഫ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ പറയാറുള്ളത് പ്രദക്ഷിണം ചെയ്യുക എന്നുള്ളതാണ്. ആ പരിഭാഷ എത്രത്തോളം ഫിറ്റാണെന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആളുകൾക്കുണ്ടാവാം. ഏതായാലും കഅബാലയത്തെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് വിശ്വാസി പറയുന്ന കാര്യമെന്താണ്? പടച്ചവനെ, നിന്റെ മഹത്തായിട്ടുള്ള ഈ ഭവനം, ഈ ബൈത്തുള്ള അള്ളാഹുവിന്റെ ഭവനം, നിന്റെ ഈ ഭവനം തവാഫ് ചെയ്തുകൊണ്ട് ഞാനിതാ പ്രഖ്യാപിക്കുന്നു, നിന്റെ ഈ ഭവനത്തിന് ചുറ്റും എൻ്റെ ശരീരം കറങ്ങുന്നത് പോലെ എൻ്റെ ജീവിതം നിന്റെ നിയമങ്ങൾക്ക് ചുറ്റുമാണ്. നിന്റെ പരിധികൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് എൻ്റെ ജീവിതം, നിന്റെ നിയമങ്ങൾക്ക് ചുറ്റുമാണ് എൻ്റെ ജീവിതം കറങ്ങുകയെന്ന് വിശ്വാസി പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹജ്ജും ഉംറയും എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അതിൻ്റെതായിട്ടുള്ളൊരു വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ചു കഴിഞ്ഞു. പിന്നീട് എപ്രകാരമായിരുന്നു അയാളുടെ ജീവിതമെങ്കിൽ അതേ നിഷിദ്ധത്തിന്റെയും അധർമ്മത്തിന്റെയും ജീവിതത്തിലേക്ക് തന്നെ ഒരു മനുഷ്യൻ മടങ്ങിപ്പോകുന്നുവെങ്കിൽ അയാളെ സംബന്ധിച്ച് പറഞ്ഞതല്ല മാതാവ് പ്രസവിച്ച വിശുദ്ധി എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് പറഞ്ഞതല്ല. ആ തീർത്ഥാടന കർമ്മം നിർവഹിച്ചതിന് ശേഷം, ഹജ്ജും ഉംറയും എല്ലാം നിർവഹിച്ചതിന് ശേഷം ആ മനുഷ്യൻ അയാളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ജീവിതത്തെ വിശുദ്ധമായ വഴിയിലൂടെ നയിക്കുവാൻ ശ്രദ്ധിക്കുമ്പോഴാണ് ഈ ചൈതന്യം അയാൾക്ക് ലഭിക്കുന്ന. സഹോദരങ്ങളെ, തന്റെ പൊന്നോമന പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമിയെയും ഭാര്യ ഹാജറ ബീവിയെയും മക്കയിൽ കൊണ്ടുപോയി ആക്കിയതിനു ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാം ആ നാടിന്റെ നിർഭയത്വത്തിന് വേണ്ടിയും സുഭിക്ഷതയ്ക്കും വേണ്ടിയുമാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയുടെ മഹത്തായ ആരാധന കൂടിയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. നാടിന്റെ സുഭിക്ഷതയ്ക്ക് വേണ്ടിയും നാടിന്റെ സമാധാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന വലിയ പാഠമാണ് ഹജ്ജ് നമുക്ക് പകർന്നു നൽകുന്നത്. അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിഞ്ചോമരെയും തന്റെ ഭാര്യയെയും ആരാരുമില്ലാത്ത മണലാരുണ്യത്തിൽ കൊണ്ടുപോയി ആക്കിയതിനു ശേഷം അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥന പ്രത്യേകം ശ്രദ്ധേയമാണ്. ഖുർആൻ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. വൈദഖാല ഇബ്രാഹിം റബ്ബിജിൽ ഹാദൽ ബലദ ആമിന. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. പടച്ചവനെ, നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ റബ്ബ്. വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. പടച്ചവനെ, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ നാഥ. റബ്ബി ഇന്നകുന്ന അദ്ലൽന കസീറൻ മിനൻ നാസി ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. പടച്ചതമ്പുരാനെ, ഈ വിഗ്രഹങ്ങൾ ഒരുപാട് ആളുകളെ വഴിപിഴപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആരെങ്കിലും നിന്റെ പ്രവാചകനായ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, ആരെങ്കിലും നിന്റെ പ്രവാചകനായ എന്നെ പിൻപറ്റി എന്നെ അനുസരിച്ച് ജീവിച്ചാൽ നിശ്ചയം അയാൾ എന്നിൽപ്പെട്ടവനാണ്. ആരെങ്കിലും എന്നെ ധിക്കരിച്ചാൽ നിശ്ചയം നാഥാ നീ പുറത്തു കൊടുക്കുന്നവനും കരുണാവാരിധിയുമാണ്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദീ സറഇൻ. അല്ലാഹുവേ, എൻ്റെ മക്കളെ ഞാനിതാ ഉപേക്ഷിച്ചിരിക്കുന്നു, എൻ്റെ സന്താനങ്ങളെ ഞാനിതാ ഉപേക്ഷിച്ചിരിക്കുന്നു. ബിവാദിൻ ഗൈരി ദീ സറഇൻ. അല്ലാഹുവേ, ഒരു കാർഷിക വിളകളുമില്ലാത്ത നാട്ടിലാണ് ഉപേക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കവിടെ വല്ലാത്തൊരു പ്രതീക്ഷയുണ്ട്. ഇൻദ ബൈതിക്കൽ മുഹറം, നിന്റെ പവിത്രമായ ആലയത്തിന്റെ അടുക്കലാണ് ഞാൻ ഉപേക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് വ്യാഖ്യാതാക്കൾ പറഞ്ഞത് അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുനർനിർമ്മിക്കുന്നതിന്റെ മുമ്പ് തന്നെ കഅബാലയത്തിന്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഖുർആൻ തന്നെ പ്രയോഗിച്ചിട്ടുള്ളത് ഇൻദ ബൈതിക്കൽ മുഹറം, നിന്റെ പവിത്രമായ ആലയത്തിന്റെ അടുക്കലാണ് നാഥാ ഞാൻ ഉപേക്ഷിച്ചിട്ടുള്ളത്. എന്തിനാണ് ഞാൻ അവിടെ എൻ്റെ മക്കളെ ഉപേക്ഷിച്ചിട്ടുള്ളത്? റബ്ബനാ ലിയുഖീമുസ്സലാ, അല്ലാഹുവേ, അവരെ നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി. ഫജ്അൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വീ ഇലൈഹിം, അല്ലാഹുവേ, ജനഹൃദയങ്ങളെ അങ്ങോട്ട് ആഗ്രഹിക്കുന്നതാക്കണമേ. വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ, അല്ലാഹുവേ, അവർക്ക് വിവിധങ്ങളായ കായ്ക്കനികൾ നൽകണമേ. നാഥാ, അവർ നിനക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നവരായേക്കും. ഇബ്രാഹിം നബി ആ മണലാരുണ്യത്തിൽ ആരാരുമില്ലാത്ത ജനനിബിഡമല്ലാത്ത വിജനമായ മരുഭൂമിയിൽ തന്റെ മക്കൾ, തന്റെ മകനെയും അതുപോലെ തന്നെ തന്റെ പ്രിയതമയും കൊണ്ടുപോയി ആക്കിയതിനു ശേഷം ആ നാടിന്റെ നിർഭയത്വത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, പടച്ചവനെ, നിർഭയത്വമുള്ള നാടാക്കണമേ. ആ നാടിന്റെ സുഭിക്ഷതയ്ക്ക് വേണ്ടി, ആ നാടിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, അല്ലാഹുവേ, ഈ നാട്ടുകാർക്ക് വിവിധങ്ങളായ കായ്ക്കനികൾ നീ നൽകണമേ. സഹോദരങ്ങളെ, നാടിന്റെ നിർഭയ
നിർഭയത്വത്തിന് വേണ്ടിയും നാടിന്റെ ക്ഷേമത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്. ഇത് തന്നെയാണ് ഹജ്ജിന്റെ പ്രമുഖമായ സന്ദേശങ്ങളിൽ ഒന്ന്. നമുക്കറിയാം, ഫാസിസം, സാമ്രാജ്യത്വം, സൈനിസം തുടങ്ങിയ ദുശക്തികൾ ലോകത്ത് നിർഭയത്വത്തിലും സുഭിക്ഷതയിലും അധിഷ്ഠിതമായിട്ടുള്ള ജനജീവിതത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു ദുര്യോഗത്തിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യത്വ വിരുദ്ധമായ ഇത്തരം ദർശനങ്ങളുടെ തകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വിശ്വാസികളുടെ, ഹാജിമാരുടെ ധർമ്മമാണെന്നാണ് ഹജ്ജിന്റെ ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകളെ അള്ളാഹു കൈവെടിയുകയില്ല എന്ന വല്ലാത്ത ഒരു ചരിത്രം കൂടി ഹജ്ജിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മക്കാ മണലാരുണ്യത്തിൽ തന്റെ പ്രിയതമയും മകനെയും കൊണ്ടുപോയി ആക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ പ്രിയതമയുടെ ഒരു കൈയിൽ കുറച്ച് വെള്ളവും മറുകൈയിൽ കുറച്ച് കാരക്കയും കൊടുത്തുകൊണ്ട് തിരിച്ചു പോരുമ്പോ ആ സഹോദരി മാതാവ് ഹാജറ ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയോട്, ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹു അമറക ബിഹാദ, അല്ലാഹു കൽപ്പിച്ചിട്ടാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത്? പ്രിയതമനോട് ചോദിക്കുകയാണ്, അള്ളാന്റെ നിർദ്ദേശപ്രകാരമാണോ ഇത്? നഅം അല്ലാഹു അമറനി ബിഹാദ, അതേ, അള്ളാഹു എന്നോട് ഇങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ ഹാജറ ബീവി പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ഇതല്ലാ യുദയ്യിഉനല്ലാ, എങ്കിൽ അള്ളാഹു ഞങ്ങളെ പെരുവഴിയിലാക്കുകയില്ല. അള്ളാന്റെ കൽപ്പന പ്രകാരമാണിതെങ്കിൽ അള്ളാഹു ഞങ്ങളെ പെരുവഴിയിലാക്കുകയില്ല. ഇതാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ആ കുഞ്ഞിന് വെള്ളം തീർന്നു പോയപ്പോ, ആ അമ്മയുടെ ശരീരത്തിൽ അമ്മിഞ്ഞപ്പാലും തീർന്നു പോയപ്പോ കുഞ്ഞ് കാലിട്ടടിച്ച് കരയുകയാണ്. ഈ ഘട്ടത്തിലാണ് സ്വഫാക്കും മർവാക്കും ഇടയിൽ ഓടി നടക്കുന്നതിനിടയിൽ നമുക്ക് അറിയാവുന്നത് പോലെ സംസം പ്രവാഹം ഉണ്ടാവുന്നത്. കുഞ്ഞ് കാലിട്ടടിച്ച ഭാഗത്ത് നിന്ന് അള്ളാഹുവിന്റെ അഭൗതികമായ കാര്യകാരണ ലോകത്തിന് അതീതമായ അള്ളാഹുവിന്റെ സഹായം. സംസം പാനീയം എന്തുദ്ദേശത്തോടു കൂടിയാണോ കുടിക്കുന്നത് ആ ഉദ്ദേശം സഫലീകൃതമാവും എന്ന് പറഞ്ഞ ആ മഹത്തായ പാനീയം അള്ളാന്റെ ഇടപെടലാണ്. കാര്യകാരണ ലോകത്തിന് അതീതമായി അള്ളാഹുവിന്റെ സഹായമുണ്ടാവും. അള്ളാഹുവിന്റെ കൽപ്പന മുറുകെ പിടിച്ച് ജീവിക്കുന്ന വിശ്വാസികളെ അള്ളാഹു കൈവെടിയുകയില്ല എന്ന വലിയ പാഠം സഹോദരങ്ങളെ, അതാണ് ഹജ്ജ് നൽകുന്നത്. പ്രാർത്ഥനയുടെ പാഠമെന്ന് പറയുന്നത്, നിർഭയത്വത്തിന്റെ പാഠമെന്ന് പറയുന്നത്. നമുക്കറിയാം, അറബികളുടെ, ഖുറൈശികളുടെ ചരിത്രം. അവർക്ക് ആ മക്കാ പ്രദേശത്ത് നിന്ന് എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കഅബാലയം, അതിലേക്ക് ആളുകൾ ഇങ്ങനെ കൂടുതൽ വന്നു ചേരാനും തീർത്ഥാടനം ചെയ്യാനും തുടങ്ങിയ ഒരു ഘട്ടമായതോടുകൂടി അവര് പറയും, ആളുകൾ അവര് യാത്ര പോകുമ്പോ, കച്ചവട സംഘങ്ങളായി പുറപ്പെടുമ്പോ ആരെങ്കിലും ഏതെങ്കിലും കൊള്ള സംഘം അവരാക്രമിക്കാൻ വന്നാൽ അനമിൻ ഹറമില്ല, ഞാൻ ഹറമിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുന്നതോടുകൂടി അവർ വെറുതെ വിടുകയാണ്. അതാണ് നിർഭയത്വത്തിന്റെ സന്ദേശമെന്ന് പറയുന്നത്. ഹറം പ്രതിനിധാനം ചെയ്യുന്നത് നിർഭയത്വത്തിന്റെ, സമാധാനത്തിന്റെ സന്ദേശമാണ്. അവർ ഭയചകിതമായ സാഹചര്യത്തിൽ അവർക്ക് നിർഭയത്വം നൽകുകയും അവർ വിശന്ന ഘട്ടത്തിൽ അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്ത ആ നാഥന്റെ മന്ദിരം, ആ നാഥനെ നിങ്ങൾ ആരാധിക്കുക, ഈ മന്ദിരത്തിന്റെ ഉടമസ്ഥനായ നാഥനെ നിങ്ങൾ ആരാധിക്കുക. അതാണ് ഖുർആന്റെ സന്ദേശം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ആ നാഥൻ, ഏതാ നാഥൻ? നിർഭയത്വ ഘട്ടത്തിൽ അവർക്ക്, ഭയത്തിന്റെ ഘട്ടത്തിൽ അവർക്ക് നിർഭയത്വം പ്രദാനം ചെയ്ത നാഥൻ. ഭയത്തിന്റെ ഘട്ടത്തിൽ നിർഭയത്വവും, അതുപോലെ തന്നെ പട്ടിണിയുടെ ഘട്ടത്തിൽ അവർക്ക് വിശപ്പ് മാറാനുള്ള ഭക്ഷണവും പ്രദാനം ചെയ്ത നാഥൻ. അതാണ് ഹജ്ജിന്റെ ഏറ്റവും വലിയ സന്ദേശങ്ങളിൽ ഒന്ന്. അത് ഒരു ക്ഷേമരാഷ്ട്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും നിർഭയത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമത്തെ സംബന്ധിച്ചുള്ള സന്ദേശങ്ങളുമാണ് എന്ന് പറയുന്നത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ലാ തുഖാതിലൂഹും ഇൻദൽ മസ്ജിദിൽ ഹറാം ഹത്താ യുഖാതിലൂകും ഫീ, മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ എതിരാളികളെ പോലും ആക്രമിക്കരുത്, അവരോട് യുദ്ധം ചെയ്യരുത്. അവർ നിങ്ങളോട് ഇങ്ങോട്ട് പോരാടാൻ വന്നാൽ ഫൈൻ ഖാതലൂകും ഫഖ്തുലൂഹും, ഇങ്ങോട്ട് പോരാടാൻ വന്നാൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങളായിട്ട് നിങ്ങൾ ആക്രമിച്ച ഒരാളാണെങ്കിൽ പോലും അവിടെ വന്നിരുന്നാൽ അയാളെ നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല. ഇങ്ങോട്ട് അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രതിരോധിക്കാമെന്ന് പറയാൻ, അതിന് മാത്രം സമാധാനത്തിന്റെ സന്ദേശമാണ് ഹറം പ്രതിനിധീകരിക്കുന്നത്. ലാ യഹല്ലു ലിഅഹദികും അൻ യഹ്മില ബിമക്കത്ത സിലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കയിൽ ആയുധം വഹിക്കൽ പോലും ഒരാൾക്കും അനുവദനീയമല്ല.
മാത്രമല്ല, വൽ മസ്ജിദുൽ ഹറാമിൽ ലദീ ജഅൽനാഹു ലിന്നാസി സവാഅനിൽ ആകിഫു ഫീഹി വൽ ബാദ്, ഖുർആൻ പറഞ്ഞു മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് അവിടെ ജനങ്ങളെല്ലാവരും തുല്യമാണ്. അങ്ങോട്ട് തീർത്ഥാടനം ചെയ്തുകൊണ്ട് എത്തിപ്പെട്ട ആളുകളാണെങ്കിലും അവിടത്തുകാരാണെങ്കിലും തുല്യ പരിഗണനയാണെന്ന് ഖുർആൻ പറയാൻ. അതാണ് മസ്ജിദുൽ ഹറാം, അതാണ് മക്ക, അതാണ് മദീന. ലൈസ മിൻ ബലദിൻ ഇല്ലാ സയതൗഹു ദജ്ജാൽ ഇല്ലാ മക്കത വൽ മദീന. ദജ്ജാൽ അന്ത്യദിനമാവുമ്പോൾ എല്ലാ പ്രദേശങ്ങളിലും ചവിട്ടും മക്കയും മദീനയും ഒഴികെ. ഇല്ലാ അലൈഹി മലായികത്തുൻ സ്വാഫീന യഹ്രിസൂനഹ, മക്കക്കും മദീനക്കും കാവൽക്കാരായിട്ട് അല്ലാഹുവിന്റെ മാലാകമാരുണ്ടാവും. ദജ്ജാൽ അങ്ങോട്ട് പ്രവേശിക്കുമ്പോഴെല്ലാം കുല്ലമാ അറാദ ദജ്ജാൽ വയദ്ഖുല ഫീ വാഹിദിൻ മിൻ അഖബിഹാ, മക്കയുടെയും മദീനയുടെയും ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ ദജ്ജാൽ പ്രവേശിക്കാൻ ശ്രമിച്ചാൽ യസുദ്ദുൽ മലായികത്തു ബിസ്സുയൂഫ്, അല്ലാഹുവിന്റെ മലക്കുകൾ അവരുടെ ഖഡ്ഗങ്ങൾ കൊണ്ട് അവരുടെ വാളുകൾ കൊണ്ട് ദജ്ജാലിനെ ശരിപ്പെടുത്താൻ വേണ്ടി ദജ്ജാലിനെതിരെ വാളോങ്ങുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ദജ്ജാലിനെ പോലും പ്രവേശിക്കാൻ കഴിയാത്ത അത്രമാത്രം സുരക്ഷിതത്വത്തിന്റെ, നിർഭയത്വത്തിന്റെ, സമാധാനത്തിന്റെ ഭൂമികയാണ് ഹറം എന്ന് പറയുന്നത്. ആ ഹറമിനെ പ്രതീകമാക്കിക്കൊണ്ട്, ആ ഹറമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തെ സമാധാനത്തിന്റെ, ശാന്തിയുടെ സന്ദേശം പ്രചരിപ്പിക്കുക എന്ന വലിയ ദൗത്യമാണ് സഹോദരങ്ങളെ ഹജ്ജിലൂടെ നിർവഹിക്കാനുള്ളത്. ഹജ്ജ് നൽകുന്ന പാഠങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ്. നമുക്കറിയാം, ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന സന്ദേശമാണത്, സമാധാനത്തിന്റെ, ശാന്തിയുടെ സന്ദേശമെന്ന് പറയുന്നത്. ഇന്ന് ആരൊക്കെയോ എന്തൊക്കെയോ അജണ്ടകൾ വെച്ചുകൊണ്ട് ഇസ്ലാമിനെ ഒരു ഭീകര ദർശനമായി ചിത്രീകരിക്കാൻ വേണ്ടി എന്തൊക്കെയോ ആക്രമണങ്ങൾ എവിടെയെല്ലാമോ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഇസ്ലാമിന്റെ സമാധാന സന്ദേശം, അതും തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായി നമ്മൾ പഠിക്കണം. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 1500 സ്വഹാബിമാരെ കൊണ്ട് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വീണ്ടും ഉംറ നിർവഹിക്കാൻ വേണ്ടി പോകുന്ന ഘട്ടത്തിൽ അവരെ തടയുന്നുണ്ട്. പ്രവാചകൻ യുദ്ധസന്നദ്ധനായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. റസൂലുള്ളാഹി കേവലം തീർത്ഥാടനം ഉംറ മാത്രമായിരുന്നു ലക്ഷ്യമാക്കിയിരുന്നത്. 1500 സ്വഹാബിമാരും അതിനപ്പുറം ഒന്നും ലക്ഷ്യമാക്കിയിരുന്നില്ല. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കൽ വ്യാപകമായി നടന്നതുകൊണ്ട് അവസാനം ഒരു സന്ധി സംഭാഷണത്തിലേക്കാണ് എത്തിയത് എന്നുള്ളതാണ്. തീർത്ഥാടകൻ, പ്രവാചകന് വേണമെങ്കിൽ തന്റെ കൂടെയുള്ള ആളുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രതിരോധിക്കാമായിരുന്നു. പക്ഷേ അവർ ഉംറ നിർവഹിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് പുറപ്പെടുന്നത്. അതുകൊണ്ട് ഹുദൈബിയയിൽ വെച്ചൊരു സന്ധി ഉണ്ടായി, ഒരു കരാറുണ്ടായി. ആ കരാർ പ്രകാരം ആ വർഷം ഉംറ നിർവഹിക്കാതെ പ്രവാചകനും അതുപോലെ തന്നെ 1500 സ്വഹാബിമാരും മടങ്ങിപ്പോവണം എന്നുള്ളതാണ്. നാടിന്റെ സമാധാനവും നാടിന്റെ ശാന്തിയും നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെയും വിശ്വാസികൾ പോകണം എന്ന വലിയൊരു സന്ദേശം നൽകുന്നതാണ് ഇസ്ലാമിന്റെ തീർത്ഥാടനത്തിന്റെ സന്ദേശം പോലും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സമൂഹത്തിന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങളെ പ്രകോപിതരാക്കാൻ വേണ്ടി, വിശ്വാസികളുടെ ക്ഷമ നഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ള പല പണികളും, അതല്ലെങ്കിൽ 18 അടവും പലരും പയറ്റുന്നുണ്ട് എന്ന് നാം അറിയാതെ പോകരുത്. പക്ഷേ അത്തരം പ്രകോപനങ്ങളിൽ വീണു പോവാതിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, മംഗളൂരുവിൽ ഒരു സഹോദരൻ ആൾക്കൂട്ട കൊലപാതകത്തിന് കേവലം ആൾക്കൂട്ട കൊലപാതകം എന്ന് പറഞ്ഞുകൂടാ, മറിച്ച് വർഗീയ ശക്തികളുടെ ഉന്മാദത്തിനിരയായി കൊല്ലപ്പെട്ടു. മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് കൊല്ലപ്പെട്ടത്. അതൊക്കെ അജണ്ടയാണ്, സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള അജണ്ടയാണ്. ഇവിടെയെല്ലാം തന്നെ പ്രകോപിതരാവാതെ ക്ഷമയോടെ സഹനബോധത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നതാവണം വിശ്വാസിയുടെ നിലപാട്. അതാണ് തീർത്ഥാടനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. അതാണ് ഹജ്ജിന്റെ, ഉംറയുടെ എല്ലാം ഇസ്ലാമിന്റെ മൊത്തത്തിലുള്ള സന്ദേശം. സമാധാനത്തിന്റെ വലിയ സന്ദേശമാണ്. കാരണം നമ്മൾ പ്രകോപിതരാവേണ്ട ഒരു ആവശ്യവുമില്ല. അള്ളാഹു അതാത് സമയങ്ങളിൽ ഇടപെടും എന്നുള്ളതാണ്. അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ നമ്മൾ കണ്ടതുപോലെ ഇസ്രായേലിലും നമ്മൾ കണ്ടു. തീക്കാറ്റിങ്ങനെ പടരുകയാണ്. നിരപരാധികൾ അതിൽ പെട്ടുപോകുന്നുണ്ടെങ്കിൽ പടച്ചവന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തണേ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. സഹോദരങ്ങളെ, വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ, അക്രമികൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചൊന്നും നിങ്ങൾ അശ്രദ്ധരാവരുതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, അള്ളാന്റെ ഇടപെടൽ കൃത്യമായ സമയങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്, ഈ കാലഘട്ടത്തിലും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികൾ ക്ഷമയോടുകൂടി അവരുടെ ദൗത്യ നിർവഹണത്തിൽ മുന്നോട്ട് പോകണം. ദൗത്യം എന്താണെന്ന്, ഹാജിമാരുടെ ദൗത്യം ഹജ്ജ് നിർവഹിച്ചു വന്നതിന് ശേഷവും ഹജ്ജിലൂടെ അവരുടെ ആത്മീയ ജീവിതത്തെ നവീകരിച്ചതിന് ശേഷവും അവരുടെ ദൗത്യം എന്താണെന്ന് ഖുർആൻ പറഞ്ഞു. അതാണ് സൂറത്തുൽ ഹജ്ജ് അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞത്, വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദ്, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുക
പണിയെടുക്കേണ്ടതുപോലെ പണിയെടുക്കണം. വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. അല്ലാഹുവാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്, ദീനിൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസവും ആക്കിയിട്ടില്ല. മില്ലത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിമിന്റെ ആദർശത്തിലും വഴിയിലുമാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ. ഈ ഖുർആനിലും മുൻകഴിഞ്ഞ വേദഗ്രന്ഥത്തിലും നിങ്ങൾക്ക് മുസ്ലിങ്ങൾ സമർപ്പിതർ എന്ന് പേര് വെച്ചത് അല്ലാഹുവാണ്. നിങ്ങളെ തെരഞ്ഞെടുത്തത് ഇബ്രാഹിമിന്റെ വഴിയിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദൗത്യം എന്താണ്? അത് ഇബ്രാഹിമിന്റെ ദൗത്യമാണ്. അത് ചരിത്രത്തിൽ മുഴുവൻ പ്രവാചകന്മാരും അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാവരും നിർവഹിച്ച ദൗത്യമാണ്. ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവുക എന്നുള്ളതാണ്. വാക്കുകൊണ്ടും കർമ്മം കൊണ്ടുമുള്ള സാക്ഷ്യമാണ്, സത്യസാക്ഷ്യമാണ് നിങ്ങളുടെ ദൗത്യമെന്ന് പറയുന്നത്. ഹജ്ജിലൂടെ നിങ്ങളുടെ ജീവിതത്തെ, തീർത്ഥാടനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തെ ആത്മീയമായി നവീകരിച്ചുകൊണ്ട് നിർവഹിക്കാനുള്ള ദൗത്യം സത്യസാക്ഷ്യമാണ്. ആ ദൗത്യം എങ്ങനെ നിർവഹിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. അത് തീവ്രതയുടെയും ജീർണതയുടെയും രണ്ടറ്റങ്ങളിലേക്കും വ്യതിചലിച്ചു പോവാതെ നിർവഹിക്കണം. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദാ. പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവുക. ഒരു ഉമ്മത്തുൻ വസത്തായി നിന്നുകൊണ്ട് തീവ്രതയുടെ ധ്രുവത്തിലേക്കും നിങ്ങൾ പോകാൻ പാടില്ല, ജീർണതയുടെ ധ്രുവത്തിലേക്കും നിങ്ങൾ പോകാൻ പാടില്ല. അങ്ങനെ മിതത്വത്തിന്റെ ഇസ്ലാമിന്റെ സന്ദേശം, സമാധാനത്തിന്റെ, ശാന്തിയുടെ ഇസ്ലാമിന്റെ സന്ദേശം ലോകത്തിന് പ്രദാനം ചെയ്യുക. അതിനു വേണ്ടിയുള്ള വലിയൊരാശയം കൂടി ഉള്ളടക്കം ചെയ്തതാണ് ഇസ്ലാമിലെ തീർത്ഥാടനം എന്ന്, ഇസ്ലാമിലെ ഹജ്ജും ഉംറയും എല്ലാം എന്ന് ഈ കാലഘട്ടത്തിൽ നാം തിരിച്ചറിയുകയും അത് സമൂഹത്തിന് നല്ലതുപോലെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഹജ്ജിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഹജ്ജും ഉംറയും നിർവഹിക്കുവാനും അതോടൊപ്പം തന്നെ സത്യസാക്ഷ്യമാവുന്ന പ്രവാചകന്മാരുടെ ആ ദൗത്യ നിർവഹണത്തിൽ പങ്കുചേരാനും നാഥൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ.